വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. പുതിയ കാലത്ത് മനഃശാസ്ത്ര ലോകത്തുള്ള വിദഗ്ധരായ ആളുകൾ ഗൗരവത്തോടെ പറയുന്ന ഒരു ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മുടെ മക്കളെ ബാധിക്കുന്ന ഇതിനകത്ത് പറയുന്നത്. ഡിജിറ്റൽ ഡിസ്മോർഫിക് ഡിസോർഡർ അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടികളെ ഒരു പ്രത്യേകമായ ചില ഭ്രമങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്. ഒരു ഫാൻറ്റസി വേൾഡിലാണ് നമ്മുടെ പല മക്കളും ഉള്ളത്. അവർ കൊറിയൻ സീരീസും ജാപ്പനീസ്, ചൈനീസ്, അതുപോലെ തന്നെ ഗെയിംസിൻ്റെ, അതുപോലെ തന്നെ ചില പ്രത്യേക സ്കിറ്റുകളുടെ ചില സംഘങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും സീരീസുകൾ സ്ഥിരമായി നമ്മുടെ മക്കൾ കോപ്പി ചെയ്തതിന് ശേഷം അവർ കൊറിയൻ പെൺകുട്ടികളെ പോലെ സ്ലിം ബോഡി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെയുള്ള നിറങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതേപോലെയുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതേപോലെയുള്ള ബ്യൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പല ആളുകളും പരാജയപ്പെടുന്നു, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, പഠനത്തിൽ പിന്നാക്കം പോകുന്നു. ഇവിടെ നടക്കുന്നൊരു കാര്യം വെച്ചാൽ പല ടീച്ചേഴ്സും സ്കൂളുകളിൽ പാരൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇൻ്റർവെല്ലിൻ്റെ സമയത്തും ലഞ്ചിൻ്റെ സമയത്തും പല കുട്ടികളും മേക്കപ്പ് കിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അവർ എവ്രി നൗ ആൻഡ് ദെൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ മേക്കപ്പിലാണ് അവർ. കാരണം ദേ ആർ നോട്ട് ഹാപ്പി ഫോർ ദംസെൽഫ്. അവരായിരിക്കുന്നതിൽ ഹാപ്പിയല്ല, അവർക്ക് കൂടുതൽ നിറം വേണം. കാരണം ആ സീരീസ് കണ്ട് എന്താണോ കാണുന്നത് അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. കണ്ട് അവസാനം അവരെപ്പോലെ അല്ലെങ്കിൽ ഞാൻ പോരാ, ഐ എം നോട്ട് ഓക്കെ എന്നൊരു സെൻസിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെപ്പോലെ സ്ലിം ആവാൻ വേണ്ടി പട്ടിണി കിടക്കുന്നു, അവരെപ്പോലെ ഷേപ്പ് ആകാൻ വേണ്ടി പലതും ചെയ്യുന്നു. പല മാതാപിതാക്കളും പറയുന്നത് 600 രൂപയുടെ കിറ്റ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോൾ ഓർഡർ ചെയ്തത് തന്നെ ഞങ്ങൾ അറിയുന്നത്. അടുത്ത ആഴ്ച 1500 രൂപയുടെ വേറെ കിറ്റാണ്, അത് വെച്ചിട്ട് മുഖം അത്ര വെളുത്തിട്ടില്ല, ഗ്ലൈസിങ് പോരാ എന്ന് പറഞ്ഞിട്ട് വേറെ കിറ്റ് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവർ എന്നിൽ സംതൃപ്തയല്ലാത്തൊരവസ്ഥ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ കുട്ടികൾ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുകയും മിററിൻ്റെ മുമ്പിൽ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്ത് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലെയുള്ള ഒരു പ്രത്യേക ഡിസോർഡറിൻ്റെ അവസ്ഥയ്ക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നു. അതായത് എവ്രി നൗ എപ്പോഴും എല്ലാ സമയത്തും ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ മിററിലേക്ക് നോക്കുന്നു. എന്നിട്ട് അവർ കണ്ട പെൺകുട്ടികളെ പോലെ അല്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ അല്ല. എപ്പോഴും മിറർ നോക്കിയിട്ട് ദേ ആർ നോട്ട് ഹാപ്പി, അവർ ഹാപ്പിയല്ല. ചിന്തയിലെ ഒരു വൈറസ് പോലെ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അവർ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മക്കളെ, ഓരോ രാജ്യത്തിനും ഓരോ ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കും, ഓരോ ഹൈറ്റും വെയിറ്റും ഉണ്ടായിരിക്കും, ഓരോ നിറങ്ങളും പല വ്യത്യസ്തതകളും ഓരോ രാജ്യത്തിനും. ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ അത്രമാത്രം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നാം എന്താണോ ആ ബോഡിയെ ഹൈജീനിക്കായിട്ട് നാം കൊണ്ടു നടക്കുക, അതിൽ ഹാപ്പി ആയിരിക്കുക. മറ്റൊരാളെപ്പോലെ, മറ്റൊരു രാജ്യത്തുള്ള ഒരു പ്രദേശത്തുള്ള ആളുകളെപ്പോലെ ആകുമ്പോഴല്ല നാം ഓക്കെ ആവുന്നത്. മോള് സുന്ദരിയാണ്, യു ആർ ഓക്കെ, യു ആർ ഫെയർ എന്നത് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക. അവരത്തരത്തിലുള്ള ആ ഒരു തെറ്റായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക.